ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അടുത്ത ദിവസം ഒരു കൊലപാതക വാർത്ത നമ്മൾ കേട്ടു. കോഴിക്കോട് ജില്ലയിലെ മൂഴിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 16 വയസ്സുള്ള പെൺകുട്ടിയെ 20 വയസ്സുള്ള യുവാവ് കൊന്നു. അതിനുശേഷം ആ യുവാവ് ആത്മഹത്യ ചെയ്തു. ഇതായിരുന്നു വാർത്ത. നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാർത്ത പോലെ ഒരു പ്രണയപ്പക അങ്ങനത്തെയൊക്കെ രീതിയിലായിരിക്കും നമ്മളിങ്ങനെ വാർത്ത കാണുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത്. പക്ഷേ ഈ വാർത്തയെക്കുറിച്ചുള്ള യഥാർത്ഥ വസ്തു പുറത്തു വന്നപ്പോൾ ഇവർ രണ്ടുപേരും സഹോദരങ്ങളാണെന്ന് പറയാം. ചേച്ചിയുടെയും അനിയത്തിയുടെയും മക്കളാണ് ഈ പറയുന്ന കൊല്ലപ്പെട്ട നസ്രീന. ഈ പെൺകുട്ടിയെ കൊന്ന കൊലപാതകയായിട്ടുള്ള അദ്നാൻ, ആ പയ്യനും ആത്മഹത്യ ചെയ്തു. അപ്പൊ ഇവർ രണ്ടുപേരും ചേച്ചിയുടെയും അനിയത്തിയുടെയും മക്കളാണ്. ആ പയ്യനാണ് ഈ പെൺകുട്ടിയെ കൊന്നത് എന്നുള്ളതാണ്. ശ്വാസം മുട്ടിച്ചു കൊല്ലുമായിരുന്നു. ഈ പയ്യന്റെ ആത്മഹത്യാ വാർത്ത നമുക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആത്മഹത്യയാണ്. ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിയിൽ മുഖത്ത് മുഴുവൻ സെലോ ടാപ്പ് ഒട്ടിച്ചിട്ട് സ്വയം ശ്വാസം മുട്ടിയിട്ടാണ് ഈ പയ്യൻ മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഒരു വേർഷൻ എന്തുകൊണ്ട് ഈ കൊലപാതകം ചെയ്തു എന്നൊക്കെ ഉള്ളത്. ഈ പയ്യൻ പഠനത്തിലൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു പയ്യനായിരുന്നു അത്രേ. ഈ പയ്യന്റെ വീട്ടിൽ നിന്നിട്ട് ഈ പയ്യൻ ശരിയാവുന്നില്ല തോന്നിയപ്പോൾ ഈ പയ്യനെ നന്നാക്കുന്നതിന് വേണ്ടി, അദ്നാനെ നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് അവന്റെ ഗ്രാൻഡ് പാരന്റിന്റെ അടുത്ത് കൊണ്ടാക്കിയതാണ്. ഗ്രാൻഡ് പാരന്റ് എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെയും ഗ്രാൻഡ് പാരന്റ് ആണ്, ഹംസ, അദ്ദേഹത്തിന്റെ വൈഫ്. അപ്പോൾ ഹംസ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രമുഖനായിട്ടുള്ള വ്യവസായിയാണെന്ന് പറയുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ പേരക്കുട്ടികളാണ് ഇവർ രണ്ടുപേരും. അങ്ങനെ ഈ അമ്മയുടെ സിസ്റ്ററുടെ വീട്ടിൽ ഈ പയ്യനെ നന്നാക്കാൻ വേണ്ടി കൊണ്ടാക്കുന്നു. കുറെ കാലങ്ങളോളം അവൻ അവിടെ നിൽക്കുന്നുണ്ട്. അവൻ അവിടുന്നും അവന്റെ എല്ലാ ഉഴപ്പുകളും തുടരുന്നു. പഠിക്കുന്നില്ല കൃത്യമായിട്ട്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, ചെറിയ ചെറിയ മോഷണങ്ങൾ ചെയ്യുന്നു, ആ വീട്ടിലെ ചെറിയ ചെറിയ മോഷണങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ആ പെൺകുട്ടി നസ്രീന ഈ പയ്യൻ അവിടുന്ന് ഏകദേശം 40,000 രൂപയോളം പല സമയത്തായി മോഷ്ടിച്ചു എന്ന് കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഈ പെൺകുട്ടി വീട്ടിലുള്ള എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു. സ്വാഭാവികമായിട്ടും അവൻ അവിടെ നിന്നാൽ നന്നാവില്ല എന്ന് മനസ്സിലാക്കിയ വീട്ടുകാർ ഇവനെ തിരിച്ച് ഇവന്റെ സ്വന്തം വീട്ടിലേക്ക് തന്നെ പറഞ്ഞു വിടുന്നു. എന്ന് വെച്ചാൽ ആ വീട്ടിൽ നിന്നും പുറത്താക്കുന്നു. ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കള് വിദേശത്താണുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും അവനെ അവിടുന്ന് പുറത്താക്കി. ഇവൻ ഈ പെൺകുട്ടിയോട് നല്ല ദേഷ്യവും പകയും ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടി പറഞ്ഞത് കാരണമാണ് ഇവൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയതും ഇവന്റെ കാര്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞതും. ഈ പെൺകുട്ടി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, ഇവനാണെങ്കിൽ അത്ര പഠിക്കുന്ന കുട്ടിയൊന്നുമല്ല. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒരു കുടുംബത്തിൽ ഒരേ ഏകദേശം ഏജിലുള്ള കുട്ടികൾ പഠനത്തിൽ മോശമാണെങ്കിലും നല്ലതാണെങ്കിലും എപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും ആളുകൾ. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നിരിക്കണം. എന്തായാലും അദ്നാൻ ആ വീട്ടിൽ നിന്ന് പുറത്തായി. അവൻ ഈ പെൺകുട്ടിയോട് നല്ല പകയും ദേഷ്യവും ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ഈ പെൺകുട്ടിയോട് പ്രതികാരം ചെയ്യണം എന്ന് വിചാരിച്ച്, അതാണ് അതിന്റെ കൊലപാതകത്തിനുള്ള റീസൺ ആയിട്ട് പറയുന്നത്. വിഷു ദിവസം, വിഷുവിന്റെ തലേന്നോ വിഷുവിന്റെ അന്നോ, അപ്പൊ നല്ലതായിട്ട് വൈകുന്നേരം പടക്കൊക്കെ പൊട്ടിച്ച് എല്ലാവരും അതൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇവൻ പതുക്കെ ഈ വീട്ടിൽ കയറി കൂടുന്നു. ഏകദേശം 7 മണിക്ക്, രാത്രി 7 മണിക്ക്. ഇവന് ആ വീട്ടിലെ CCTV കാര്യങ്ങളെല്ലാം അറിയാം. അവന്റെ ഫോണിൽ അതിന്റെ ആക്സസ് ഉണ്ട്. അവനത് CCTV എല്ലാം ഓഫ് ചെയ്യുന്നു. അതിൽ അബദ്ധത്തിൽ ഓഫ് ആവാത്ത ഒരു CCTV, അടുക്കളയുടെ ഭാഗത്തുള്ള ഒരു CCTVയിൽ അവന്റെ വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. അവൻ ആ വീട്ടിൽ ഏകദേശം 7:30 ആവുന്ന സമയത്ത് ആ വീട്ടിൽ കയറുന്നു. അവിടെ എവിടെയോ ഒളിച്ചിരിക്കുന്നു. രാത്രി 11-12 മണി വരെ ആ വീട്ടിലുള്ളവരൊക്കെ ഓരോരോ ആക്ടിവിറ്റിയിലൊക്കെ ആയിട്ട് അവിടെ ഉണർന്നിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഒക്കെ പോയി കിടന്ന് ഉറങ്ങിയ സമയത്ത് ഈ പയ്യൻ ഈ പെൺകുട്ടിയുടെ റൂമിൽ കയറുന്നു. ഈ പെൺകുട്ടിയെ ലെഗിൻസ് എന്തോ ഉപയോഗിച്ച് കഴുത്ത് മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. ആ പയ്യൻ ആ പെൺകുട്ടിയെ കൊന്നു കളഞ്ഞു എന്നുള്ളതാണ്. അതിനുശേഷം ഈ പയ്യൻ അവിടെ 1-2 മണിക്കൂർ, അവന്റെ കയ്യിൽ താഴെയുള്ള റൂമിന്റെ ഒക്കെ ചാവി ഉണ്ടായിരുന്നു. ആ 1-2 മണിക്കൂർ ആ പയ്യൻ ആ റൂമിന്റെ ഉള്ളിലൊക്കെ അവിടെ എവിടെയോ ഒളിച്ചിരിക്കുന്നു. ഈ പെൺകുട്ടി മരിച്ച ശേഷവും മുകളിൽ വളരെ റിലാക്സ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിചിത്രമായ കാര്യമാണ്. അതിനുശേഷം ഈ താഴെ അവന്റെ ഗ്രാൻഡ് മദർ ഉറങ്ങിയ ശേഷം, അമ്മയുടെ അമ്മ ഉറങ്ങിയും തോന്നിയ ശേഷം താഴെ ഇറങ്ങി വന്നിട്ട് അവരുടെ റൂമിൽ നിന്ന്, ഉമ്മുമ്മ അല്ലെങ്കിൽ അമ്മയുടെ റൂമിൽ നിന്ന് മോഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അപ്പൊ അത് കണ്ടപ്പോഴാണെന്ന് തോന്നുന്നു അവരെയും ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. അങ്ങനെ ആ സ്ത്രീ ബഹളം വെക്കുന്നു. ഈ പയ്യൻ മുകളിലേക്ക് ഓടിപ്പോകുന്നു. നാട്ടുകാരൊക്കെ ഓടിക്കൂടുന്നു. ബന്ധുക്കളും ഉണ്ടാവണം അതിന്റെ ഇടയിൽ, അവരും ഓടിക്കൂടുന്നുണ്ട്. അങ്ങനെ ഇവര് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ മരിച്ചു കിടക്കുന്ന, അല്ലെങ്കിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നതെന്ന് വിചാരിക്കുന്ന രീതിയിൽ കാണുന്നു. ഈ പയ്യനെ പിടിച്ച് അവർ ഈ പെൺകുട്ടിയുടെ റൂമിൽ പൂട്ടിയിട്ടിട്ട് ആ പെൺകുട്ടീനെയും കൊണ്ട് ഇവര് താഴെ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഈ പയ്യനെ റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവർ ഈ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഈ കുട്ടി മരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നു. ഇവര് തിരിച്ച് പോലീസിനെയും കൂട്ടി വീട്ടിൽ വന്നിട്ട് പോലീസ് വാതിലൊക്കെ ചവിട്ടി തുറന്ന് നോക്കുമ്പോൾ, ഈ പയ്യന് അടച്ചിട്ട റൂം ഉള്ളിൽ നിന്ന് എന്തോ കുറ്റിയിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ചവിട്ടി തുറന്ന് നോക്കുമ്പോൾ ഉള്ളില് ഈ പയ്യൻ മരിച്ചു കിടക്കുകയാണ്. ആത്മഹത്യ ആണെന്ന് പറയുന്നു. വളരെ വിചിത്രമായ രീതിയിലാണ് ഈ പയ്യൻ മരിച്ചിട്ടുള്ളത്. സെല്ലോ ടാപ്പ് മുഖത്തും കഴുത്തിലും ഒക്കെ ചുറ്റി ശ്വാസം എടുക്കാൻ പറ്റാത്ത വിധമാക്കിയിട്ട് സ്വയം ശ്വാസം മുട്ടിയിട്ടാണ് ഈ പയ്യൻ മരിച്ചിട്ടുള്ളത്. നമുക്ക് വളരെ വിചിത്രമായിട്ട് തോന്നും. ആർക്കും കേട്ടാൽ ഇത് വിചിത്രമായിട്ട് തോന്നും. ഇത് ഈ പയ്യൻ സ്വയം മരിച്ചത് തന്നെയാണോ എന്നുള്ളത്. എന്തായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇതൊരു ആത്മഹത്യ തന്നെയാണ് എന്നുള്ളതാണ്. ആത്മഹത്യ, ഒരു സെലോ ടാപ്പ് മുഖത്ത് ഒട്ടിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഒരാൾ സ്വയം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ ചെയ്യാൻ സാധിക്കുമായിരിക്കും എന്നാ പറയാം. നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നൂൽപുട്ടിന്റെ കുരുക്കഴിക്കുക എന്നൊക്കെ ഉള്ള പോലെ നമ്മൾ ഇപ്പോൾ പറയുന്ന ഒരു ഫ്രെയിംസ് ആണ് സെല്ലോ ടാപ്പിന്റെ അറ്റം കണ്ടുപിടിക്കുക. അതൊരു വലിയ
വലിയ ടാസ്ക് ആണ്. നമുക്ക് സെല്ലോ ടാപ്പിന്റെ അറ്റം കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ നഖമൊക്കെ വെച്ചിട്ട് കുറേ തവണ ഇങ്ങനെ മാന്തി മാന്തി നോക്കിയാൽ ചിലപ്പോൾ സെല്ലോ ടാപ്പിന്റെ അറ്റം നമുക്ക് കിട്ടും. അപ്പോൾ ഒരു കുട്ടി മുഖം മുഴുവൻ സെല്ലോ ടാപ്പ് ഒട്ടിച്ചിട്ട് ലാസ്റ്റ് മൂക്കിന് മുകളിലും സെല്ലോ ടാപ്പ് ഒട്ടിച്ച ശേഷം കൈവിട്ട് കഴിഞ്ഞാൽ അതിന് ശ്വാസം മുട്ടുമ്പോൾ ആ വെപ്രാളത്തിനിടയിൽ ഒരിക്കലും അതിന്റെ അറ്റം കണ്ടെത്താനോ തിരിച്ചു വലിച്ച് തുറക്കാനോ ഒന്നും പറ്റണം എന്നില്ല. ചിലപ്പോൾ സാധിക്കുമായിരിക്കും, വലിച്ച് താഴേക്ക് താഴ്ത്തുകയാണെങ്കിൽ ചിലപ്പോൾ സാധിക്കുമായിരിക്കാം, ചിലപ്പോൾ സാധിക്കില്ലായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു ആത്മഹത്യ പോസിബിൾ ആണോ ചോദിച്ചാൽ ചിലപ്പോൾ അത് പോസിബിൾ ആവാനും സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിൽ വലിയ ചെറിയ സംശയം തോന്നാം, ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ, നമുക്ക് അത്ഭുതം തോന്നാം എന്നുള്ളതല്ലാതെ ഇത് ആത്മഹത്യയാണോ അല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണമെങ്കിൽ. പക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ സാധാരണ രീതിയിൽ പെട്ടെന്ന് ഒരാൾ ആത്മഹത്യ ചെയ്യണം വിചാരിക്കുമ്പോൾ നമ്മളൊരു വിചിത്രമായ മാർഗം അന്വേഷിച്ചെടുക്കുകയല്ല ചെയ്യുക. അപ്പൊ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ആ റൂമിലാണ് അടച്ചിട്ടുള്ളത്, ആ പെൺകുട്ടിയുടെ റൂമിലാണ് അടച്ചിട്ടുള്ളത്. അവിടെ വല്ല ഷോളോ ബെഡ്ഷീറ്റോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതെടുത്ത് കുരുക്കിട്ടിട്ട് ആത്മഹത്യ ചെയ്യുക എന്നുള്ളതായിരിക്കും ആദ്യം ചിന്തിക്കുക. അല്ലെങ്കിൽ അവിടെ മുറിപ്പെടുത്താൻ പറ്റിയ ആയുധങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഞരമ്പ് കട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധ്യത ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത സെലോ ടാപ്പ് മുഖത്തൊട്ടിച്ചിട്ട് സ്വയം ശ്വാസം മുട്ടി മരിക്കുക എന്നുള്ളത് നമുക്കൊരു വിചിത്രമായിട്ടുള്ള കാര്യമായിട്ട് തോന്നും. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് ഇതിലൊരു സംശയമൊന്നും തോന്നേണ്ട കാര്യമില്ല, അങ്ങനെ സംഭവിച്ചോ ഇല്ലേന്നൊന്നും തോന്നേണ്ട കാര്യമില്ല. അപ്പൊ ആ വീടിനടുത്തുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്, രാവിലെ ഒരു 5 മണിയാകുമ്പോൾ ഞങ്ങളിത് അറിഞ്ഞത്, ഇങ്ങനെ ഈ കുട്ടീനെ കൊന്നു എന്നറിഞ്ഞു, അപ്പൊ ഞങ്ങൾ ഓടി വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ ഇവരുടെ ചില ബന്ധുക്കളും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അമ്മാവനും അമ്മാവിന്റെ മകൻ അങ്ങനെയുള്ള ആരൊക്കെയോ അവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരാണ് ഈ പയ്യനെ പൂട്ടിയിടുന്നത്. ഇതില് നമുക്കൊരു സംശയം തോന്നുന്ന കാര്യമായിട്ട് വന്നിട്ടുള്ളത്, ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് സംശയം പറയാം. ആ പെൺകുട്ടിയെ കൊല്ലുന്നു, അതിനുശേഷം ഇവൻ മണിക്കൂറുകളോടെ അവിടെ വീണ്ടും വിശ്രമിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ വിചിത്രമായിട്ട് തോന്നാം. അങ്ങനെ കൊലപാതകം നടത്തുമ്പോൾ ആ പയ്യൻ അവിടുന്ന് രക്ഷപ്പെടാനാണ് സ്വാഭാവികമായിട്ട് ശ്രമിക്കുക. ഇനി അവൻ അവിടുന്ന് മോഷ്ടിച്ചിട്ട് രക്ഷപ്പെടണം എന്തുതന്നെയാണെങ്കിലും ആ പയ്യൻ അത് പെട്ടെന്ന് ചെയ്തിട്ട് രക്ഷപ്പെടാൻ നോക്കും. ഇത് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് പിന്നെ താഴെ വന്ന് മോഷ്ടിക്കാൻ ശ്രമിച്ച് പിടിക്കപ്പെട്ട് അവരെയും കൊല്ലാൻ ശ്രമിച്ച് അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതിലൊക്കെ വിചിത്രമായിട്ട് നമുക്ക് തോന്നുന്നത്, ആ പയ്യന് 2 ഫോൺ ഉണ്ടെന്ന് പറയുന്നു, അല്ല 3 ഫോണാണുള്ളതെന്നും പറയുന്നു. ആ പെൺകുട്ടിക്കും 2 ഫോൺ ഉണ്ട് എന്ന് പറയുന്നു. ഇവരുടെ വീടിന്റെ കിണറ്റിൽ നിന്ന് പിന്നീട് പോലീസ് ഫോൺ കണ്ടെടുത്തു. അത് ഈ പയ്യന്റെ 2 ഫോൺ, ആകെ 3 ഫോണാണ് കണ്ടെടുത്തത്. അത് ആ പെൺകുട്ടിയുടെ 2 ഫോണും ഈ പയ്യന്റെ ഒരു ഫോണും, അല്ലെങ്കിൽ ഈ പയ്യന്റെ 2 ഫോണും ആ പെൺകുട്ടിയുടെ ഒരു ഫോണും, അങ്ങനെ എന്തോ ആണ് കണ്ടെടുത്തിട്ടുള്ളത്. എങ്ങനെയാണെങ്കിലും 2 ഫോൺ മിസ്സിംഗ് ആയിരിക്കും എന്നുള്ളതാണ്. ഈ പയ്യൻ 7 മണിക്ക് ഈ തെളിവുകളെല്ലാം നശിപ്പിക്കാനാണ് കിണറ്റിൽ ഫോൺ ഇട്ടത് എന്ന് പറയപ്പെടുന്നു. ആ പയ്യൻ തെളിവെല്ലാം നശിപ്പിക്കാൻ കിണറ്റിൽ ഫോൺ ഇട്ടു. ഈ പയ്യന് ഈ പെൺകുട്ടിയെ കൊല്ലണമെന്നും അവിടുന്ന് മോഷ്ടിക്കണമെന്നും എന്നിട്ട് ആ മോഷണം അതിനെ കൊണ്ട് രക്ഷപ്പെടണം എന്നുമായിരിക്കും പ്ലാൻ. ഈ പയ്യൻ 7 മണിക്ക് ആ വീട്ടിൽ കയറുമ്പോൾ എന്തായാലും അതുകൊണ്ട് ഫോൺ കൊണ്ടുപോയി കിണറ്റിലിടില്ല, ആ ഫോണും കൊണ്ട് രക്ഷപ്പെടണമെന്നേ ആ പയ്യൻ ചിന്തിക്കുള്ളൂ. ആ പയ്യൻ ആ വീട്ടിൽ കയറുന്നു, ആ കുട്ടിയെ ഒളിച്ചിരിക്കുന്നവിടെ. പിന്നെ 11-12 മണിയാകുമ്പോൾ ആ കുട്ടിയെ റൂമിൽ കയറിയിട്ട് കൊല്ലുന്നു. അതിനുശേഷം പിന്നെ ആ പയ്യൻ വേറെ റൂമിൽ കയറിയിട്ട് ഇരിക്കുന്നു, വിശ്രമിക്കുന്നു. അതിനുശേഷം താഴെ ഇറങ്ങി വരുന്നു, ഈ സ്ത്രീയെ അടുത്തുനിന്ന് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു, അവിടെ വെച്ച് പിടിക്കപ്പെടുന്നു. ആ സ്ത്രീ ബഹളം വെക്കുന്നു, നാട്ടുകാരും ബന്ധുക്കളും ഓടിക്കൂടുന്നു. ഈ പയ്യനെ പിടിച്ചിട്ട് റൂമിൽ അടച്ചിടുന്നു. ഇത്രയും വരെ ഓക്കെയാണ്. പിന്നെ പുറത്തുനിന്നാണ് പൂട്ടിയിട്ടുള്ളത്. അതിനുശേഷം ആ പയ്യൻ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഫോൺ കൊണ്ടുപോയി കിണറ്റിലിടാൻ യാതൊരു സാധ്യതയില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്നുള്ളത് പോലീസ് പറയുന്നതിൽ യാതൊരു ദുരൂഹതയില്ല, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന് പറയുന്നു. പിന്നെ ഫോൺ കിണറ്റിൽ കിട്ടിയതിനെ കുറിച്ച് ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അല്ലാതെ ഈ അദ്നാന്റെ മരണം ഒരു ആത്മഹത്യ തന്നെയാണ് പോസ്റ്റ്മോർട്ടത്തിലും പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും നമുക്ക് സംശയം തോന്നുന്ന, ദുരൂഹത തോന്നുന്ന ഒരു മരണം തന്നെയാണ്, കൊലപാതകമാണെങ്കിലും മരണമാണെങ്കിലും. ഇനി ഇവർ 2 പേരെയും കൂടെ വേറൊരു വ്യക്തിയാണോ കൊന്നത്, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ ഈ പയ്യൻ കൊന്ന ശേഷം ഈ പയ്യനെ പിടിക്കപ്പെട്ട ശേഷം അവിടെ വന്ന ആരെങ്കിലും ഉപദ്രവിച്ചോ, അല്ലെങ്കിൽ ആ ഒരു ദേഷ്യത്തിൽ ആ പെൺകുട്ടി മരിച്ചു എന്ന ദേഷ്യത്തിൽ ഏതെങ്കിലും ബന്ധുക്കളെ ഏതെങ്കിലും അപായപ്പെടുത്തിയോ, അങ്ങനത്തെ ഒരുപാട് സംശയങ്ങൾ നിൽക്കുന്ന ഒരു കേസാണിത്. ഇതെന്തായാലും അന്വേഷിക്കപ്പെടേണ്ട കേസ് തന്നെയാണ്. ഇതിന് വളരെ ഈ പയ്യനെ അറിയുന്ന ഒരാൾ എന്നുള്ള പേരിൽ ഒരു കമന്റ് ഒക്കെ കണ്ടു. ഈ പയ്യൻ അങ്ങനെ നല്ലൊരു പയ്യനാണ്, ഇവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി വീട്ടുകാരാണ് ഇവനെ അവഗണിച്ചത്, വീട്ടുകാർ ഇവന്റെ മനസ്സ് മനസ്സിലാക്കിയില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു കമന്റ് എല്ലായിടത്തും ഇങ്ങനെ കോപ്പി പേസ്റ്റ് പോലെ വരുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയില്ല, അതിന്റെ ഒരു സത്യാവസ്ഥയും നമുക്കറിയില്ല. ഇവന്റെ ഒരു മോശം കാര്യം വീട്ടിൽ പറഞ്ഞു കൊടുത്തു എന്നുള്ള പേരിൽ ഈ പെൺകുട്ടിയെ കൊല്ലാൻ മാത്രം ഒരു പക ഒരാൾക്ക് ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്ന് പറയുന്നു. അപ്പൊ ഒരു പക്ഷേ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നേ പറയാനുള്ളൂ. എന്നാലും അതിനുശേഷം മോഷ്ടിച്ച് അവിടുന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ച, തെളിവുകളെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ CCTV ഓഫ് ചെയ്ത ഒരു വ്യക്തി പിന്നെ വെറുതെ പോയി ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഇത്ര വിചിത്രമായ രീതിയിൽ ആത്മഹത്യ ചെയ്യും തോന്നുമ്പോൾ നമുക്ക് എന്തോ ഒരു ദുരൂഹത ഇല്ലേ എന്ന് തോന്നും. പിന്നെ ഈ പെൺകുട്ടിയുടെയും ഫോണുകൾ എങ്ങനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കിണറ്റിൽ വന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവിടുത്തെ പോലീസ് അത് അന്വേഷിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. ഇപ്പൊ ആത്മഹത്യ ഒരു പ്രാഥമിക റിപ്പോർട്ട്
വന്ന ഉടനെ തന്നെ ഇതൊരു കൊലപാതകമല്ല, ആത്മഹത്യ തന്നെയാണ് എന്ന് പോലീസ് ഉറപ്പിച്ച് പറയുന്ന സ്ഥിതിക്ക് ഈ കേസ് എത്രമാത്രം അന്വേഷിക്കപ്പെടുന്നോ തെളിയിക്കപ്പെടുന്നോ ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയിലെ യുവതലമുറയിൽപ്പെട്ട രണ്ടുപേരും എന്ന് വെച്ചാൽ അവരുടെ അനന്തരാവകാശികളാണ്, രണ്ടുപേരും മരിച്ചുപോയി എന്നുള്ളതാണ്. അപ്പോൾ ആ വീട്ടുകാർ അതിനെ എങ്ങനെ കാണും? അല്ലെങ്കിൽ വീട്ടുകാർക്ക് രണ്ടുപേരും സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഈ കൊന്ന ആളെയും സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്, കൊല്ലപ്പെട്ട കുട്ടിയെ സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ജീവനോടെ ഒന്നും ഇല്ല, എന്നാലും അവരുടെ ഫാമിലിയുടെ ഒരു പേര്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതിൽ എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ എത്രമാത്രം ആളുകളുടെ ഒരു കൈകടത്തലുണ്ട്, ഈ കേസ് എങ്ങനെ പോകുന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഇത് ദുരൂഹത ഉള്ള ഒരു കേസ് തന്നെയാണ്, അന്വേഷിക്കേണ്ട ഒരു കേസ് തന്നെയാണെന്ന് തോന്നുന്നു. വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരുമായിരിക്കും. ഇനിയിപ്പോൾ എന്തായാലും ഈ ഫോൺ എങ്ങനെ കിണറ്റിൽ വന്നു എന്നുള്ള കാര്യത്തിൽ ഒരു മറുപടി സമൂഹത്തിനോട് പറഞ്ഞേ മതിയാവുള്ളൂ പോലീസിന് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എല്ലാവരും അത്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ വീട്ടുകാർ വരെ അത് എന്തുകൊണ്ടെന്ന് അവർക്കൊരു പങ്കൊന്നും ഇല്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും ചിന്തിക്കണ്ടായിരിക്കും എങ്ങനെയായിരിക്കും ഇത് കിണറ്റിൽ വന്നിട്ടുണ്ടാവുക, ഇതിൽ മൂന്നാമതൊരാളുണ്ടോ, ഈ രണ്ടുപേരെയും വേറെ വല്ലവരും എന്തെങ്കിലും ചെയ്താണോ എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വരും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വളരെ ദാരുണമായ സങ്കടകരമായ ഒരു സംഭവമായിരുന്നു ഇത് തന്നെ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.